എൻ്റെ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ മാത്രം അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് നിങ്ങളുടെ കൂടി ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലെ ഒരു പൊതുവിപണിയിൽ നിന്ന് പഞ്ചസാര വാങ്ങിച്ചത് 52 രൂപയ്ക്കാണ്. 52.50. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചത് 55 രൂപയ്ക്കാണ്. അതങ്ങനെ തന്നെ അല്ലേ? വാങ്ങിച്ചിവിടെ വിൽക്കുമ്പോൾ ഒരു രൂപയ്ക്ക് അവർക്ക് ലാഭം കിട്ടണ്ടേ? 1 റുപ്യെങ്കിലും കിട്ടണ്ടേ? 2 റുപ്യെങ്കിലും കിട്ടണ്ടേ അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സാധനങ്ങൾക്കും അതിഭീകരമായിട്ടുള്ള വിലയാണ്. മുട്ടയ്ക്കൊക്കെ 8 രൂപ. എല്ലാ വസ്തുക്കൾക്കും ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ചക്കറിക്കൊക്കെ തീ വിലയാണ് ഇപ്പോൾ. ഒരു വസ്തു നമുക്ക് കൃത്യമായിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത വിധത്തിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇതിനനുസരിച്ച് നമ്മുടെ ശമ്പളം വല്ലതും കൂടുന്നുണ്ടോ? ലെവലേശം കൂടുന്നില്ല. എന്ന് മാത്രമല്ല, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശമ്പളം ഒന്ന് കട്ട് ചെയ്യേണ്ടത് എന്നാണ് പലപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിമാർ. കാരണം അവരെയും ജീവിതം ഏകദേശം ഇതേപോലെ തന്നെ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതേ മാർക്കറ്റിൽ നിന്ന് തന്നെയാണല്ലോ അവന്മാരും സാധനം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മളെ കൂടി കട്ട് ചെയ്തിട്ട് കുറച്ച് ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെയാണ് അവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ പൊതുവിപണിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് കാര്യക്ഷമമായിട്ട് ഇടപെടാത്തത്? ഓണമല്ലേ വരുന്നത്. മലയാളികൾ മുഴുവൻ പച്ചക്കറിയിലേക്ക് തിരിയില്ലേ, പാലിലേക്ക് ഒക്കെ തിരിയില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മിൽമയ്ക്കൊക്കെ ഒരുപാട് ലാഭം കിട്ടും. വൻ ലാഭമാണ് ഈ ഒരു ഓണക്കാലത്തിന് കിട്ടാൻ പോകുന്നത്. പച്ചക്കറി വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക്. പക്ഷേ എന്നാലും നമ്മൾ മലയാളികളുടെ സമ്പാദ്യത്തിൻ്റെ ഒട്ടുമിക്ക പങ്കും ഇങ്ങനെ ചെലവഴിക്കുന്നു. അതല്ലാത്ത ഒരു സന്തോഷകരമായ മറ്റെന്തെങ്കിലും ചിലവിലേക്കൊന്നും ഇത് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളെ പഠനാവശ്യങ്ങളിലേക്ക്, ആരോഗ്യകാര്യങ്ങളിലേക്ക്, ഹോസ്പിറ്റൽ ആവശ്യങ്ങളിലേക്ക് ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെപ്പറ്റി വല്ല വർത്തമാനമുണ്ടോ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ അനുഭവം എന്താണ്? കഴിഞ്ഞ ദിവസം വല്ലതും വാങ്ങിച്ചായിരുന്നോ? ബൈ.